പ്രിയപ്പെട്ട കുട്ടികളെ, ഉണ്ണിമാഷിൻ്റെ കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. +2 കെമിസ്ട്രിയിലെ ചാപ്റ്റർ 5 സർഫസ് കെമിസ്ട്രി നമ്മളിവിടെ ആരംഭിക്കുകയാണ്. ഓക്കെ, സർഫസ് കെമിസ്ട്രി പാർട്ട് 1. ആദ്യം തന്നെ എന്താണ് സർഫസ് കെമിസ്ട്രി? ആ പേരിൽ തന്നെയുണ്ട്. സർഫസ് കെമിസ്ട്രി ഡീൽസ് വിത്ത് ദ ഫിനോമിന ദാറ്റ് ഒക്വർ അറ്റ് ദ സർഫസസ് ഓർ ഇൻ്റർഫേസസ്. കെമിസ്ട്രി ദാറ്റ് ഡീൽസ് വിത്ത് ദ ഫിനോമിന ദാറ്റ് ഒക്വർ അറ്റ് ദ സർഫസസ് ഓർ ഇൻ്റർഫേസസ്. ഒരു വസ്തുവിൻ്റെ സർഫസിൽ അല്ലെങ്കിൽ ഇൻ്റർഫേസ് എന്താണ് പറയുക, ഇൻ്റർഫേസിൽ നടക്കുന്ന പ്രതിഭാസങ്ങൾ. ഇപ്പോൾ നമ്മളൊരു സോളിഡോ ലിക്വിഡ് ഗ്യാസ് 3 തരത്തിലുള്ള സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ഫേസസ് ഉണ്ട് അല്ലേ, പദാർത്ഥത്തിൻ്റെ അവസ്ഥകളുണ്ട്. അവയുടെ സർഫസിൽ, പ്രതലത്തിൽ അല്ലെങ്കിൽ ഉപരിതലത്തിൽ അല്ലെങ്കിൽ ഇൻ്റർഫേസിൽ നടക്കുന്ന പ്രതിഭാസങ്ങൾ, ഫിനോമിനയാണ് സർഫസ് കെമിസ്ട്രിയുടെ വിഷയം. ഓക്കെ, അപ്പോൾ നമുക്ക് 3 ഫിനോമിനയാണ്, സർഫസ് ഫിനോമിനയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അഡ്സോർപ്ഷൻ 2, കാറ്റലിസിസ് 3, കൊളോയിഡ്സ്. ഓക്കെ, അതിനു മുമ്പായിട്ട് നമുക്ക് സർഫസും ഇൻ്റർഫേസും എന്താണെന്ന് പറയാം. സർഫസ് പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇപ്പോൾ സോളിഡ് എടുത്തു കഴിഞ്ഞാൽ, ഒരു വസ്തു എടുത്തു കഴിഞ്ഞാൽ, ഒരു ഖരപദാർത്ഥം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സർഫസ്, ഉപരിതലം നമുക്ക് കൃത്യമായിട്ട് വിവേചിച്ചറിയാൻ കഴിയും ഇല്ലേ. ലിക്വിഡ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സർഫസ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇല്ലേ. ഗ്യാസിന് സർഫസ് ഇല്ല. അപ്പോൾ സോളിഡിനും ലിക്വിഡിനുമാണ് സർഫസ് വളരെ കൃത്യമായിട്ടുള്ളത് ഇല്ലേ. ദെൻ ഇൻ്റർഫേസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെൻ ഫേസസ് എക്സിസ്റ്റ് ടുഗദർ ദ ബൗണ്ടറി ബിറ്റ്വീൻ ടു ദം ഈസ് നോൺ ആസ് ഇൻ്റർഫേസ്. നമ്മൾ പറഞ്ഞു സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, ഇവ 3 ദ്രവ്യത്തിൻ്റെ, പദാർത്ഥത്തിൻ്റെ 3 അവസ്ഥകൾ. അവ ഒരുമിച്ച് ഉണ്ടാകുന്ന അവസ്ഥയിൽ 2 ഫേസുകൾക്കിടയിൽ, 2 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ഏതാണോ അതിൻ്റെ ഇടയിൽ വരുന്ന ബൗണ്ടറി അല്ലേ, ഓക്കെ, വേർതിരിവ്, അതാണ് ഇൻ്റർഫേസസ് എന്ന് പറയുന്നത്. നമ്മൾ നോക്കാം, സോളിഡ്, ഗ്യാസ് ഇല്ലേ. നമ്മളൊരു പേന ഒരു ഗ്യാസ് ചേമ്പറിൽ ഇട്ട് വെക്കുന്നു. ആ പേനയുടെ സർഫസും ഗ്യാസും തമ്മിലൊരു വേർതിരിവില്ലേ, അത് ഗ്യാസും സോളിഡും തമ്മിലുള്ള ഓക്കെ ഒരു ഇൻ്റർഫേസാണ്. നമുക്ക് ഏത് വസ്തുവും, നമ്മളിപ്പോൾ വായുവിലാണ് ഇവിടെ വെക്കുന്നത്, ഒരു ഖരപദാർത്ഥം, ഒരു സോളിഡ്. അപ്പോൾ അതിൻ്റെ സർഫസും അതിന് ചുറ്റുമുള്ള എയറും തമ്മിൽ എന്തുണ്ട്, ഒരു ബൗണ്ടറി ഉണ്ട് ഇല്ലേ, അത് ആണ് ഇൻ്റർഫേസ്. സോളിഡും ലിക്വിഡും തമ്മിലുണ്ട് ഇല്ലേ. നമ്മളൊരു പേന വെള്ളത്തിലിടുന്നു, ആ പേനയുടെ സർഫസും വെള്ളവും തമ്മിലുള്ള ആ 2 ഫേസ് തമ്മിലുള്ള ഒരു വേർതിരിവുണ്ട്, ബൗണ്ടറി ഉണ്ട്, അത് അവിടുത്തെ ഇൻ്റർഫേസ്. 2 സോളിഡ്, 2 നോട്ട് പുസ്തകം നിങ്ങൾ അടുപ്പിച്ചടുപ്പിച്ച് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെക്കുന്നു. ആ 2 സോളിഡ് പദാർത്ഥങ്ങൾക്കിടയിൽ ഒരു ബൗണ്ടറി ഇല്ലേ, അത് സോളിഡ് ഇൻ്റർഫേസ്. ലിക്വിഡ്, ഗ്യാസ്, ഓക്കെ, ലിക്വിഡും ഗ്യാസും തമ്മിൽ നമ്മൾ വേർതിരിവ് വരാം. നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം എടുക്കുന്നു, നമ്മൾ വായുവിൽ തുറന്നു വെക്കുന്നു. ആ പാത്രത്തിലെ വെള്ളവും അതിന് ചുറ്റുവട്ടമുള്ള ഗ്യാഷ്യസ് സ്റ്റേറ്റുള്ള എയറും തമ്മിലൊരു ബൗണ്ടറി ഇല്ലേ, ഉണ്ട് ഇല്ലേ, അത് ലിക്വിഡ് ഗ്യാസ് ഇൻ്റർഫേസാണ്. ലിക്വിഡും തമ്മിലുണ്ട്. നമുക്ക് മണ്ണെണ്ണ വെള്ളവും തമ്മിൽ മിക്സ് ചെയ്യാം. അപ്പോൾ അത്ര മിക്സ് ചെയ്യാലും നമ്മൾ രണ്ടായിട്ട് തന്നെ നിൽക്കും ഇല്ലേ. ഓക്കെ, അപ്പോൾ ആ മണ്ണെണ്ണക്കും കെറോസിൻ, അതിനും വെള്ളത്തിനും ഇടയിൽ, വാട്ടറിനും ഇടയിലുള്ള ആ ബൗണ്ടറിയാണ് അവിടുത്തെ ഇൻ്റർഫേസ് ആണിത്. ഗ്യാസും തമ്മിൽ എന്തില്ല, ഇൻ്റർഫേസ് ഇല്ല അല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ്? വെൻ ഗ്യാസസ് മിക്സ് ടുഗദർ ദേ ഫോം ഹോമോജിനസ് സൊല്യൂഷൻ ഇല്ലേ. അപ്പോൾ എയർ ഒരു ഹോമോജിനസ് സൊല്യൂഷനാണ്. അപ്പോൾ കംപ്ലീറ്റ്ലി മിക്സ് വിത്ത് ഈച്ച് അതർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്യാസ് ഇൻ്റർഫേസ് ഇല്ല. ഈ പറഞ്ഞ മറ്റുള്ളതിനൊക്കെ 2 അവസ്ഥകൾക്കിടയിൽ ബൗണ്ടറി ഉണ്ട്, ഇൻ്റർഫേസ് ഉണ്ട്.
അപ്പോൾ നമുക്കിനി വീണ്ടും സർഫസ് കെമിസ്ട്രിയിലേക്ക് പോവുകയാണെങ്കിൽ ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി ദാറ്റ് സ്റ്റഡി അബൌട്ട് ദ സർഫസ് റിലേറ്റഡ് പ്രോപ്പർട്ടി ഓർ ഇൻ്റർഫേസ് റിലേറ്റഡ് പ്രോപ്പർട്ടി. ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് ഒന്നാമത്തെ സർഫസ് ഫിനോമിനൻ പഠിക്കാൻ പോവാണ്. അഡ്സോർപ്ഷൻ, AD അല്ലേ? അബ്സോർപ്ഷൻ നമുക്കറിയാം, സ്പോഞ്ച് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അത് വെള്ളത്തിനെ വലിച്ചെടുക്കും, കുടിച്ചെടുക്കും അല്ലേ? അപ്പോൾ അത് സ്പോഞ്ച് അബ്സോർബ്സ് വാട്ടർ, AB ആണ്. അതിൽ വളരെ വ്യത്യസ്തമാണ് അഡ്സോർപ്ഷൻ, AD. ഇതൊരു സർഫസ് ഫിനോമിനാണ്. നമ്മൾ നാട്ടുമ്പുറത്തൊക്കെ കിണർ കുത്തിക്കഴിഞ്ഞാൽ ആ കിണറിൽ വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ അടിഭാഗത്തെത്തിക്കഴിഞ്ഞാൽ ആ വെള്ളം കണ്ടു കഴിഞ്ഞാൽ അതിൽ പണിക്കാർ എന്ത് ചെയ്യാറുണ്ട്? ചിരട്ടക്കരി, നന്നായിട്ട് പൊടിച്ച ചിരട്ടക്കരി അതിലിട്ട് വെക്കും, കിണറിലിടും. എന്തിനാണ് ചെയ്യുന്നത്? ഇപ്പോൾ അടിഭാഗത്തോട്ട് പോകുന്നവർ ഗ്രൗണ്ട് വാട്ടറിലേക്ക് പോകുന്നതനുസരിച്ചിട്ട്, ആഴം കൂടുന്നതനുസരിച്ചിട്ട് വളരെ പോയ്സണസായ ഗ്യാസുകൾ, മീഥെയിൻ, കാർബൺ മോണോക്സൈഡ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ കിണർ പണിക്ക് ഇറങ്ങിയ ആൾക്കാർ ശ്വാസം മുട്ടി മരിച്ചു അല്ലേ, വിഷവാതകം ശ്വസിച്ച് മരിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാർത്തയൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ ചിരട്ടക്കരി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ, ചിരട്ടക്കരി എന്ന് പറഞ്ഞാൽ ചാർക്കോളാണ്, വുഡ് ചാർക്കോൾ, മരക്കരി അല്ലേ? അപ്പോൾ ഈ ചാർക്കോളിൻ്റെ സർഫസിലേക്ക് ഈ പോയ്സണസ് ഗ്യാസുകൾ ആകർഷിക്കപ്പെടുന്നു. ഈ പോയ്സണസ് ഗ്യാസുകൾ ആകർഷിക്കപ്പെടുന്നു. എന്നിട്ട് അതിന് സർഫസിൽ ഈ പോയ്സണസ് ഗ്യാസുകൾ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. അപ്പോൾ കുറേ കഴിയുമ്പോൾ ഈ ചിരട്ടക്കരിൻ്റെ സർഫസിൽ ഈ പോയ്സണസ് ഗ്യാസുകളുടെ അളവ്, കോൺസെൻട്രേഷൻ, ഗാഢത നല്ലതുപോലെ കൂടുകയും അതിൻ്റെ പിറ്റേന്ന് ആ ചിരട്ടക്കരി കോരിക്കളയുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ടതാണ്, ഈ ചാർക്കോൾ എന്ന് പറഞ്ഞ സാധനം അതിൻ്റെ ഉള്ളിലുള്ള ഭാഗത്തിന് നമ്മൾ പറയുന്ന പേര് ബൾക്ക് ഓഫ് ദ സബ്സ്റ്റൻസ് ആണ്. സർഫസിന് പുറമേയുള്ള ഉള്ളിലുള്ള ഭാഗത്തെ നമ്മൾ ബൾക്ക് ഓഫ് ദ മെറ്റീരിയൽ എന്ന് പറയാം. അപ്പോൾ സർഫസിലേക്ക് ഗ്യാസ് മോളിക്യൂൾസ് കൂടുതലായിട്ട് ആകർഷിക്കപ്പെടുകയും അവിടെ മാത്രം ഒട്ടിപ്പിടിച്ച് നിൽക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണുള്ളത്. ബൾക്കിലേക്ക് ഈ ഗ്യാസുകൾ പോയിട്ടില്ല. ശരിയല്ലേ? അപ്പോൾ ഇതാണ് അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത്, AD. ഓക്കെ, ദ അക്യുമുലേഷൻ ഓഫ് മോളിക്കുലാർ സ്പീഷീസ് അറ്റ് ദ സർഫസ് rather than in the bulk of the solid or liquid is termed adsorption. നമ്മൾ പറഞ്ഞു അഡ്സോർപ്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ സർഫസ് വേണം. സർഫസ് ഉള്ളത് സോളിഡിനോ ലിക്വിഡിനോ മാത്രമേ സർഫസ് ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ സോളിഡിൻ്റെയോ ലിക്വിഡിൻ്റെയോ സർഫസിലേക്ക് മറ്റ് മോളിക്കുലാർ സ്പീഷീസ്, നമ്മളിവിടെ പോയ്സണസ് ഗ്യാസ് പറഞ്ഞില്ലേ, ആ മോളിക്കുലാർ സ്പീഷീസ് കൂടുതലായിട്ട് കേന്ദ്രീകരിക്കുന്ന, അക്യുമുലേറ്റ് ചെയ്യുന്ന, അടിഞ്ഞു കൂടുന്ന ആ ഒരു ഫിനോമിനാണ് അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറേ സമയം കഴിയുമ്പോൾ ഈ സർഫസിൽ ഈ മോളിക്കുലാർ സ്പീഷീസിൻ്റെ, അതായത് ഗ്യാസോ ലിക്വിഡോ എന്തോ ആയിക്കോട്ടെ, അവയുടെ കോൺസെൻട്രേഷൻ, ഗാഢത ബൾക്കിനെ അപേക്ഷിച്ച് വളരെ കൂടുന്നൊരു സാഹചര്യം വരും ഇല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് അഡ്സോർപ്ഷൻ എങ്ങനെയും ഡിഫൈൻ ചെയ്യാം. പ്രസൻസ് ഓഫ് എക്സസ് കോൺസെൻട്രേഷൻ ഓഫ് എ മോളിക്കുലാർ സ്പീഷീസ് അറ്റ് ദ സർഫസ് ഓഫ് എ സോളിഡ് ഓർ ലിക്വിഡ് when compared with the bulk of the material. ഓക്കെ, ബൾക്ക് ഉൾഭാഗത്തിനെ അപേക്ഷിച്ച് സർഫസിൽ ഏതെങ്കിലും ഒരു മോളിക്കുലാർ സ്പീഷീസിൻ്റെ ഗാഢത കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു സാഹചര്യം അല്ലേ? ആ ഒരു പ്രതിഭാസമാണ് അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അഡ്സോർപ്ഷൻ അതുപോലെ അബ്സോർപ്ഷൻ നമുക്ക് പിന്നെ വരാം. ഒരു അഡ്സോർപ്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ രണ്ടാൾ വേണം, അഡ്സോർബൻറ്റും അഡ്സോർബേറ്റും. The substance on which adsorption takes place is called adsorbent. Adsorbate is the substance that gets adsorbed or attached. Adsorbent, ഞാനിപ്പോൾ പറയുന്നു, ഈ നേരത്തെ പറഞ്ഞ കാര്യത്തിൽ ചാർക്കോൾ, കരി, അത് അഡ്സോർബൻറ്റും അതിൻ്റെ സർഫസിലേക്ക് വന്ന പോയ്സണസ് ഗ്യാസുകൾ അഡ്സോർബേറ്റുമാണെന്ന് പറയുന്നു. ഏതിൻ്റെ സർഫസിലാണോ, ഏതിൻ്റെ പ്രതലത്തിലേക്കാണോ അഡ്സോർപ്ഷൻ നടക്കുന്നത് അതിനെ അഡ്സോർബൻറ്റ് എന്ന് പറയും. ഇനി ആരെയാണോ അത് അഡ്സോർബ് ചെയ്തത് അതിനെയാണ് അഡ്സോർബേറ്റ് എന്ന് പറയുന്നത്. ദ സബ്സ്റ്റൻസ് ദാറ്റ് ഗെറ്റ്സ് അഡ്സോർബ്ഡ് ഓർ അറ്റാച്ച്ഡ്, ഓക്കെ, ഇസ് കോൾഡ് അഡ്സോർബേറ്റ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ നമ്മളെ ചാർക്കോൾ ഈസ് ദ അഡ്സോർബൻറ്റ് ആൻഡ് വേരിയസ് ഗ്യാസസ്
that gets absorbed are called adsorbate. Clear അല്ലേ? ഓക്കെ, നമുക്കിനി അഡ്സോർപ്ഷന് കുറച്ച് എക്സാമ്പിൾ നോക്കാം. The air becomes dry in the presence of silica gel because the water molecules gets absorbed on the surface of the gel. ഓക്കെ, നമ്മൾ വളരെ വില കൂടിയ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള പിന്നെ നമ്മുടെ മരുന്നുകൾ, അതുപോലെ ലെതർ ഐറ്റംസ്, അതുപോലെ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ വാങ്ങും. ഇതുപോലെ ചെറിയ ഒരു വെള്ള നിറത്തിലുള്ള പാക്കറ്റ് അതിൻ്റെ കൂടെ വെച്ചിട്ട് കാണാം. അപ്പോൾ പൊട്ടിച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ വെളുത്ത നിറത്തിലെ ക്രിസ്റ്റലുകൾ കാണാം അതിൽ, പഞ്ചസാര മാതിരി. അപ്പോൾ അതെന്തിനാണ് വെച്ചിരിക്കുന്നത്? ഇത്തരം സാധനങ്ങൾ, കോസ്റ്റ്ലി സാധനങ്ങൾ എളുപ്പത്തിൽ ചീത്തയാവുന്നത് അത് മോയ്സ്ചർ, ഈർപ്പത്തിൻ്റെ സാന്നിധ്യത്തിലാണ്. അപ്പോൾ ഈർപ്പം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ പാക്കറ്റ് അവിടെ വെച്ചിരിക്കുന്നത്. ഈ സിലിക്കാ ജെൽ എന്ത് ചെയ്യുന്നു? ആ വസ്തുവിൻ്റെ, ആ നമ്മൾ വാങ്ങിയ സാധനത്തിൻ്റെ ചുറ്റുവട്ടത്തുള്ള എയറിലുള്ള മോയ്സ്ചറിനെ, ഈർപ്പത്തിനെ അത് അഡ്സോർബ് ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ആ കോസ്റ്റ്ലി സാധനത്തിനെ നമ്മൾ ഉണങ്ങി സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്, അല്ലേ, ഈർപ്പരഹിതമായി സൂക്ഷിക്കാൻ വേണ്ടിയാണ് ഇതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സിലിക്കാ ജെല്ലിൻ്റെ സർഫസിലേക്ക് മോയ്സ്ചർ അഡ്സോർബ് ചെയ്യപ്പെടുന്നുണ്ട്, അല്ലേ. മറ്റൊരു എക്സാമ്പിൾ, നമ്മൾ ഷുഗർ, പഞ്ചസാര, ടേബിൾ ഷുഗർ. സാധാരണ ഇതിൽ ഈ കെയിൻ ഷുഗർ എന്ന് പറയുന്ന നമ്മൾ കരിമ്പിൽ നിന്ന് എടുക്കുന്ന പഞ്ചസാര എടുക്കുമ്പോൾ കിട്ടുന്നത് ഒരു റെഡിഷ് ബ്രൗൺ കളേർഡായിട്ടുള്ള ഒരു വിസ്കസ് ആയിട്ടുള്ള ലിക്വിഡാണ്, റെഡിഷ് ബ്രൗൺ കളറാണ്. അപ്പോൾ അതിൽ നിന്ന് വെളുത്ത നിറത്തിലുള്ള പഞ്ചസാരയാക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളതിൽ ആനിമൽ ചാർക്കോളാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ എല്ലുകരി, ഇല്ലേ, ആ എല്ലുകരി നമ്മൾ ഈ പറയുന്ന ഇതിൽ ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴോ ഈ റെഡിഷ് ബ്രൗൺ കളറുള്ള ഷുഗർ സൊല്യൂഷനിലെ റെഡിഷ് ബ്രൗൺ കളറിങ് സബ്സ്റ്റൻസിനെ ചാർക്കോള് അഡ്സോർബ് ചെയ്യുന്നു. അങ്ങനെ അതിനെ വെള്ള കളറാക്കിയിട്ട്, കളർലെസ് ആക്കിയിട്ട് മാറ്റുന്നു. മറ്റൊരു എക്സാമ്പിൾ, നമ്മൾ ഓർഗാനിക് ഡൈ, നമ്മൾ വസ്തുക്കൾക്ക് നിറം കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഡൈ എന്ന് പറയുന്നത്. മെത്തിലീൻ ബ്ലൂ, ആ മെത്തിലീൻ ബ്ലൂ നല്ല ബ്ലൂ കളേർഡായിട്ടുള്ള ഒരു ഡൈ ആണ്, കളറിങ് ഏജൻ്റാണ്. അതിൽ ആനിമൽ ചാർക്കോൾ ഇറക്കി വെച്ച് അത് നന്നായി ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ മെത്തിലീൻ ബ്ലൂവിൻ്റെ ബ്ലൂ കളർ ഡിസപ്പിയർ ചെയ്യുന്ന കാണാം. ആ ബ്ലൂ കളറിന് കാരണക്കാരനായിട്ടുള്ള കളറിങ് ഏജൻറ്റിനെ ചാർക്കോൾ അഡ്സോർബ് ചെയ്യുന്നതാണ് കാരണം. മറ്റൊന്ന്, നമ്മൾ ചാർക്കോൾ തന്നെ എടുക്കാം, ഇല്ലേ. ചാർക്കോൾ നമ്മൾ കരി തന്നെ പലതരത്തിലുണ്ട്. ആനിമൽ ചാർക്കോൾ പറഞ്ഞു, എല്ലുകരി. വുഡ് ചാർക്കോൾ ഉണ്ട്, ചിരട്ടക്കരിയൊക്കെ വുഡ് ചാർക്കോളാണ്. ഷുഗർ ചാർക്കോൾ ഉണ്ട്, പഞ്ചസാര നമ്മൾ കരിച്ച് കിട്ടുന്ന സാധനമാണ് ഷുഗർ ചാർക്കോൾ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളിവിടെ ഈ ഓക്സിജൻ, ഹൈഡ്രജൻ, കാർബൺ ഓക്സൈഡ് പോലുള്ള ഗ്യാസുകൾ നിറച്ച ഒരു ചേംബറിലേക്ക് നമ്മൾ ആ ചാർക്കോൾ ഇറക്കി വെക്കുകയാണെങ്കിൽ കുറേ സമയം കഴിയുമ്പോൾ പ്രഷർ കുറയുന്ന കാണാം. എന്താ ഗ്യാസസ് പ്രഷർ കുറയാൻ കാരണം? അതിൽ ഉള്ള ചാർക്കോൾ ഈ വ്യത്യസ്ത തരത്തിലുള്ള ഗ്യാസുകളെ അഡ്സോർബ് ചെയ്യുന്നതാണ്, അല്ലേ. ഗ്യാസ് മോളിക്യൂൾസ് ആർ അഡ്സോർബ്ഡ് അറ്റ് ദ സർഫസ് ഓഫ് ദ ചാർക്കോൾ. ഇനി ഈ അഡ്സോർപ്ഷനും അബ്സോർപ്ഷനും തമ്മിലുള്ള വ്യത്യാസം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഇല്ലേ. എന്താ, നമുക്ക് എക്സാമ്പിൾ പറഞ്ഞാൽ സിലിക്കാ ജെല്ല്, അതിന് എന്ത് ചെയ്യാൻ പറ്റും? ഈ മോയ്സ്ചറിനെ അഡ്സോർബ് ചെയ്യാൻ പറ്റും. പക്ഷേ അതേസമയം അൻഹൈഡ്രസ് കാൽസ്യം ക്ലോറൈഡ് അബ്സോർബ്സ് മോയ്സ്ചർ. ഓക്കെ, സ്പോഞ്ച് അബ്സോർബ്സ് വാട്ടർ, അല്ലേ. അപ്പോൾ എന്താ ഇവിടെ സംഭവം? അഡ്സോർപ്ഷനിൽ മോളിക്യൂൾസ് അഥർ ടു ദ സർഫസ് ഓഫ് ദ ഫേസ്. അഥർ എന്ന് പറഞ്ഞാൽ ഒട്ടിപ്പിടിച്ച് നിൽക്കുക, ഇല്ലേ. അപ്പോൾ സോളിഡിനോ ലിക്വിഡിൻ്റെയോ സർഫസിൽ കൂടുതലായിട്ട് ഒട്ടിപ്പിടിച്ച് നിൽക്കുന്ന, അവയുടെ കോൺസെൻട്രേഷൻ കൂടുതലായി കാണപ്പെടുന്ന സാഹചര്യമാണ് അഡ്സോർപ്ഷൻ. വൈൽ അബ്സോർപ്ഷൻ, മോളിക്യൂൾസ് ആർ ഡ്രോൺ ഇൻ ടു ദ ബൾക്ക് ഓഫ് ദ ഫേസ് എന്ന് പറഞ്ഞാൽ അവിടെ മോളിക്യൂൾസ് സർഫസിലും അതേമാതിരി ബൾക്കിലും ഒക്കെ യൂണിഫോം ആയിട്ട് അവിടെ എല്ലാ ഭാഗത്തും കാണപ്പെടുന്ന സാഹചര്യമാണ് അബ്സോർപ്ഷൻ എന്നത്. നമുക്കൊരു 3 വ്യത്യാസം നോക്കാം. ഓക്കെ, ഇറ്റ്സ് എ സർഫസ് ഫിനോമിനൻ. അഡ്സോർപ്ഷൻ ഇസ് എ സർഫസ് ഫിനോമിനൻ, വൈൽ അബ്സോർപ്ഷൻ ഇസ് എ ബൾക്ക് ഫിനോമിനൻ. 2, അഡ്സോർപ്ഷൻ, കോൺസെൻട്രേഷൻ ഓഫ് ദ സബ്സ്റ്റൻസ് അറ്റ് ദ സർഫസ് ഹയർ ദാൻ ദ ബൾക്ക്. ഇൻ അബ്സോർപ്ഷൻ, കോൺസെൻട്രേഷൻ ഈസ് സെയിം ഇൻ ബൾക്ക് ആൻഡ് ഇൻ സർഫസ്. Adsorption, it's a rapid in the beginning and its rate slowly decreases. തുടക്കത്തിൽ വളരെ സ്പീഡിൽ നടക്കും അഡ്സോർപ്ഷൻ, പിന്നീട് അതിൻ്റെ റേറ്റ് പതിയെ കുറഞ്ഞു വരും. പക്ഷേ അബ്സോർപ്ഷൻ ആവട്ടെ, ഇറ്റ് ഒക്കേഴ്സ് അറ്റ് യൂണിഫോം റേറ്റ്. ക്ലിയർ? ഇനി മറ്റൊരു ടേം നമ്മൾ പരിചയപ്പെടാം, ഡീസോർപ്ഷൻ. അഡ്സോർപ്ഷൻ നേരെ തിരിച്ച് ഓപ്പോസിറ്റ് ആണ് ആര്? ഡീസോർപ്ഷൻ എന്ന് പറയും. ഓക്കെ, എന്ന് പറഞ്ഞാൽ
The process of removal of an adsorbed substance from the surface of adsorbent is called desorption. Okay, അഡ്സോർബൻറ്റിൻ്റെ സർഫസിൽ നിന്ന് അഡ്സോർബേറ്റിനെ നീക്കം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഇത് ഡീസോർപ്ഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ദ റിവേഴ്സ് ഓഫ് അഡ്സോർപ്ഷൻ. അഡ്സോർബൻറ്റ് വന്ന് ചേരുന്നതാണ് അഡ്സോർപ്ഷൻ. അഡ്സോർബൻറ്റ് നീക്കം ചെയ്യുന്ന അഡ്സോർബേറ്റ് വന്ന് ചേരുന്നതാണ് അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത്. അഡ്സോർബൻറ്റിൻ്റെ സർഫസിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നതാണ്, നീക്കം ചെയ്യുന്നതാണ് ഡീസോർപ്ഷൻ. സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ മറ്റൊരു if adsorption and absorption occur simultaneously, the process is called sorption. Okay, പല സാഹചര്യങ്ങളിലും അഡ്സോർപ്ഷനും അബ്സോർപ്ഷനും ഒരുമിച്ച് നടക്കാറുണ്ട്. ഇവ രണ്ടും ഒരുമിച്ച് നടക്കുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സോർപ്ഷൻ. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്തത് മെക്കാനിസം ഓഫ് അഡ്സോർപ്ഷൻ. ദ പ്രസൻസ് ഓഫ് unbalanced or residual attractive forces on the surface of adsorbent are responsible for attracting the adsorbate molecules on the surface. സർഫസ് സോളിഡിൻ്റെ ആയാലും ലിക്വിഡിൻ്റെ ആയാലും സർഫസിലുള്ള ഒരു മോളിക്യൂളും ബൾക്കിലുള്ള അതിൻ്റെ ഒരു മോളിക്യൂളും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. എന്താണ്? നമുക്കൊരു ലിക്വിഡ് സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ആ കണ്ടെയ്നറിലെ ബൾക്കിലുള്ള ഒരു ലിക്വിഡ് മോളിക്യൂൾ നമ്മൾ കൺസിഡർ ചെയ്യാം. അത് എല്ലാ ഭാഗത്തു നിന്നും ചുറ്റുള്ള എല്ലാ ഭാഗത്തുള്ള ലിക്വിഡ് മോളിക്യൂളായിട്ട് തുല്യമായിട്ട് അത് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നു. ഒരു ബാലൻസ്ഡ് അട്രാക്റ്റീവ് ഫോഴ്സാണ് അത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. പക്ഷേ സർഫസിലുള്ള ഒരു ലിക്വിഡ് മോളിക്യൂൾ നമ്മൾ പരിഗണിച്ച് കഴിഞ്ഞാൽ അത് താഴോട്ടേക്കുള്ള മോളിക്യൂളുകളായിട്ട് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. വശങ്ങളിലേക്കുള്ള രണ്ട് സൈഡിലേക്കുള്ള മോളിക്യൂളുകളായിട്ടും അട്രാക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഈ അട്രാക്റ്റീവ് ഫോഴ്സുകളെ ബാലൻസ് ചെയ്യാൻ വേണ്ടി അതിന് മുകളിൽ ലിക്വിഡ് മോളിക്യൂൾ ഇല്ല. ഇത് തന്നെയാണ് ലിക്വിഡിൻ്റെ സർഫസിലുള്ള അല്ലെങ്കിൽ സോളിഡിൻ്റെ സർഫസിലുള്ള മോളിക്യൂളുകളെല്ലാം അനുഭവിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കാരണം, അൺബാലൻസ്ഡ് ഓർ റെസിജ്വൽ അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയാം. ഇത് സർഫസിലുള്ള മോളിക്യൂളുകൾ മാത്രം അനുഭവിക്കുന്നൊരു പ്രശ്നമാണ് അല്ലേ? ഓക്കെ, അപ്പോൾ ഈ അൺബാലൻസ്ഡ് അട്രാക്റ്റീവ് ഫോഴ്സിനെ ബാലൻസ് ചെയ്യണം. അപ്പോൾ ബാലൻസ് ചെയ്യണം എന്ന് വെച്ചാൽ അത് പരിഹരിക്കണം. അപ്പോൾ അത് സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി അത് പുറമേയുള്ള മറ്റുള്ള സബ്സ്റ്റൻസുകളെ അതിൻ്റെ സർഫസിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അഡ്സോർബേറ്റുകളെ അതിൻ്റെ സർഫസിലേക്ക് അത് ആകർഷിക്കുന്നു അർത്ഥം. അപ്പോൾ അങ്ങനെയാണ് അഡ്സോർപ്ഷൻ നടക്കുന്നത് എന്ന് പറയാം. ഇനി മറ്റൊരു കാരണം തെർമോഡൈനാമിക് റീസണാണ്. നോക്കൂ, അഡ്സോർപ്ഷൻ ഈസ് എൻ എക്സോതെർമിക് പ്രോസസ്. അതായത് അഡ്സോർപ്ഷൻ എപ്പോഴും ഡെൽറ്റ എച്ച് അതിൻ്റെത് നെഗറ്റീവായിരിക്കും. എന്താ എൻതാൽപ്പി ഓഫ് അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ ദ എമൗണ്ട് ഓഫ് ഹീറ്റ് എവാൾവ്ഡ് വെൻ 1 mol ഓഫ് എൻ അഡ്സോർബേറ്റ് ഈസ് അഡ്സോർബ്ഡ് ഓൺ ദ സർഫസ് ഓഫ് എൻ അഡ്സോർബൻറ്റ് ഈസ് കോൾഡ് ഹീറ്റ് ഓഫ് അഡ്സോർപ്ഷൻ അല്ലെങ്കിൽ എൻതാൽപ്പി ഓഫ് അഡ്സോർപ്ഷൻ. അഡ്സോർബൻറ്റിൻ്റെ സർഫസിൽ അഡ്സോർബേറ്റ് അട്രാക്റ്റ് ചെയ്ത് അവിടെ ബോണ്ട് ഫോർമേഷൻ നടത്തുമ്പോൾ പുറത്തേക്ക് റിലീസ് ചെയ്യുന്ന ഹീറ്റ് എനർജിയുടെ എമൗണ്ടാണ് എൻതാൽപ്പി ഓഫ് അഡ്സോർപ്ഷൻ. അതെപ്പോഴും നെഗറ്റീവായിരിക്കും. കാരണം പുതിയ അട്രാക്റ്റീവ് ഫോഴ്സുകൾ അവിടെ ഡെവലപ്പ് ചെയ്യാണ് അല്ലേ? പുതിയ ബോണ്ടുകൾ ഡെവലപ്പ് ചെയ്യണം. ഡെൽറ്റ എച്ച് എപ്പോഴും അഡ്സോർപ്ഷന് നെഗറ്റീവായിരിക്കും. ഇനി അഡ്സോർപ്ഷൻ നടക്കുന്ന സമയത്ത് നമുക്കറിയാം ആ ഡിസോർഡറായിട്ട് ചെതറിക്കിടക്കുന്ന അഡ്സോർബേറ്റ് മോളിക്യൂളുകളൊക്കെ അഡ്സോർബൻ്റ് സർഫസിലേക്ക് കുന്നുകൂടുന്നു അല്ലെങ്കിൽ ഒത്തുകൂടുന്നു അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഒരു ഓർഡർ കൂടുന്നു, ഓർഡർ ഇൻക്രീസ് ചെയ്യുന്നു എന്ന് നമുക്ക് മറ്റൊരു പറഞ്ഞാൽ ഡിസോർഡർനെസ് ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ എൻട്രോപ്പിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ എന്താണ്? ഡിസോർഡർനെസ് ഡിക്രീസസ് എന്ന് പറഞ്ഞാൽ എൻട്രോപ്പി ഡിക്രീസ് ചെയ്യുന്നു. അതായത് ഡെൽറ്റ എസ് കഴിഞ്ഞ വർഷം തെർമോഡൈനാമിക്സ് പഠിച്ചില്ലേ? ചേഞ്ച് ഇൻ എൻട്രോപ്പി നെഗറ്റീവാണ്. അപ്പോൾ ഒരു അഡ്സോർപ്ഷൻ്റെ കേസിൽ ഡെൽറ്റ എച്ചും ഡെൽറ്റ എസും രണ്ടും നെഗറ്റീവാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ പ്രോസസ്സ് സ്പോണ്ടേനിയസ് ആവണമെന്നുണ്ടെങ്കിൽ ഗിബ്സ് ഹെൽമോൾട്ട്സ് ഇക്വേഷൻ കഴിഞ്ഞ വർഷം തെർമോഡൈനാമിക്സ് പഠിച്ചു. ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മൈനസ് ഡെൽറ്റ എച്ച് മൈനസ് ടി ഇൻറ്റു മൈനസ് ഡെൽറ്റ എസ് മൈനസ് ഡെൽറ്റ എച്ച് പ്ലസ് ടി ഡെൽറ്റ എസ്. പ്രോസസ്സ് സ്പോണ്ടേനിയസ് ആവണമെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് വേണം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ?
ഡെൽറ്റ എച്ചിൻ്റെ മാഗ്നിറ്റ്യൂഡ് ടി ഡെൽറ്റ എസിനേക്കാളും കൂടുതലായിരിക്കണം അല്ലേ? ഓക്കെ, ഇനി അഡ്സോർപ്ഷൻ പുരോഗമിക്കുന്നതിനനുസരിച്ചിട്ട് ഡെൽറ്റ എച്ച് കൂടുതൽ അത് നെഗറ്റീവ് ലെസ് ആൻഡ് ലെസ് നെഗറ്റീവായിട്ട് മാറുകയും അവസാനം ഡെൽറ്റ എച്ചും ടി ഡെൽറ്റ എസും തുല്യമാവുകയും ഡെൽറ്റ ജി 0 ആവുകയും ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുകയും ചെയ്യുന്നുള്ളതാണ് നമ്മൾ ഇതിൻ്റെ തെർമോഡൈനാമിക് പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ അഡ്സോർപ്ഷൻ്റെ മെക്കാനിസം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്. ഓക്കെ, നമുക്ക് 2 തരത്തിലുള്ള അഡ്സോർപ്ഷൻ ഉണ്ട്. നമുക്ക് അഡ്സോർബെൻറ്റും അഡ്സോർബേറ്റും തമ്മിലുള്ള അട്രാക്ഷൻ ആകർഷണ ശക്തിക്ക് അനുസരിച്ചിട്ട് 2 തരത്തിലുള്ള അഡ്സോർപ്ഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് ഫിസിസോർപ്ഷൻ, സെക്കൻഡ് വൺ ഈസ് കെമിസോർപ്ഷൻ. ഫിസിക്കൽ അഡ്സോർപ്ഷൻ ആണ് ഫിസിസോർപ്ഷൻ, കെമിക്കൽ അഡ്സോർപ്ഷൻ ആണ് കെമിസോർപ്ഷൻ. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇവിടെ അഡ്സോർബെൻറ്റും അഡ്സോർബേറ്റും തമ്മിൽ ഒരു ഫിസിക്കൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ മാത്രമേ ഉള്ളൂ. അത് വളരെ വീക്കായിട്ടുള്ള ദുർബലമായിട്ടുള്ള കഴിഞ്ഞ വർഷം പഠിച്ച വാണ്ടർവാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. പക്ഷേ കെമിസോർപ്ഷനിൽ അഡ്സോർബേറ്റും അഡ്സോർബെൻറ്റും തമ്മിൽ ഒരു സ്ട്രോങ് കെമിക്കൽ ബോണ്ട് അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച അയോണിക് ബോണ്ടിങ്, കോവലന്റ് ബോണ്ടിങ് ഒക്കെ ഉണ്ട് അല്ലേ? അങ്ങനെയുള്ള ഒരു ശക്തമായ കെമിക്കൽ ബോണ്ട് രാസബന്ധനം വഴിയാണ് അഡ്സോർബെൻറ്റും അഡ്സോർബേറ്റും തമ്മിൽ അവിടെ പരസ്പരം ആകർഷിച്ച് നിർത്തപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യാം. പലപ്പോഴും പരീക്ഷയ്ക്ക് ഫിസിസോർപ്ഷൻ കെമിസോർപ്ഷൻ തമ്മിൽ താരതമ്യം ചെയ്യാൻ വേണ്ടി ചോദിക്കാറുണ്ട്. ഒന്നാമത്തെ കമ്പാരിസൺ ഇത് തന്നെയാണ്. ഇൻ ഫിസിസോർപ്ഷൻ എ വീക്ക് വാണ്ടർവാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഹോൾഡ്സ് പിടിച്ചിരുത്തുന്നു ആരെ? അഡ്സോർബേറ്റ് വിത്ത് ദ അഡ്സോർബൻറ്റ്. ബട്ട് ഇൻ കെമിസോർപ്ഷൻ എ സ്ട്രോങ് കെമിക്കൽ ബോണ്ട് ഹോൾഡ്സ് അഡ്സോർബേറ്റ് വിത്ത് ദ അഡ്സോർബൻറ്റ്. ഫിസിസോർപ്ഷൻ നോട്ട് സ്പെസിഫിക് ഇൻ നേച്ചർ, സ്പെസിഫിസിറ്റി ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ അഡ്സോർബൻറ്റിനെ ഏത് തരത്തിലുള്ള പലതരത്തിലുള്ള അഡ്സോർബേറ്റുകളെയും അതിൻ്റെ സർഫസിലേക്ക് ആകർഷിക്കാൻ കഴിയും. പക്ഷേ കെമിസോർപ്ഷൻ ഈസ് ഹൈലി സ്പെസിഫിക് ഇൻ നേച്ചർ. എന്താ കാരണം? അവിടെ ഒരു സ്ട്രോങ് കെമിക്കൽ ബോണ്ട് ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ സിമിലർ കെമിക്കൽ നേച്ചറുള്ള ആൾക്കാർ തമ്മിലേ കെമിക്കൽ ബോണ്ട് ഡെവലപ്പ് ചെയ്യുള്ളൂ അല്ലേ? പോസിറ്റീവാണ് നെഗറ്റീവാണ് തമ്മിലേ ഉണ്ടാവുള്ളൂ അല്ലേ? അപ്പോൾ ഏത് അയോണിക് ബോണ്ട് ഉണ്ടാവുള്ളൂ. പോസിറ്റീവാണ് നെഗറ്റീവാണ് തമ്മിൽ അയോണിക് ബോണ്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു സിമിലർ കെമിക്കൽ നേച്ചറുള്ള അഡ്സോർബേറ്റും അഡ്സോർബൻറ്റും തമ്മിൽ ഒരു കെമിസോർപ്ഷൻ ഡെവലപ്പ് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ ഹൈലി സ്പെസിഫിക് ഇൻ നേച്ചർ എന്ന് പറയാം. ഫിസിസോർപ്ഷൻ ഈസ് റിവേഴ്സിബിൾ എന്ന് പറഞ്ഞാൽ അവിടെ അഡ്സോർപ്ഷൻ നടത്താൻ നമുക്ക് ഡീസോർപ്ഷൻ നമുക്ക് നടത്താൻ എളുപ്പമാണ്. വൈൽ കെമിസോർപ്ഷൻ സ്ട്രോങ് കെമിക്കൽ ബോണ്ടാണ് അവയെ തമ്മിൽ കണക്ട് ചെയ്ത് നിർത്തുന്നത് ഇല്ലേ? അഡ്സോർബേറ്റിനെയും അഡ്സോർബൻറ്റിനെയും. അതുകൊണ്ട് അത് ഇറിവേഴ്സിബിൾ ആണെന്ന് നമ്മൾ പറയും. ഇനി ഫിസിസോർപ്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് ദ ഗ്യാസ്. ഓക്കെ, ദറ്റ് ഈസ് മോർ ഈസിലി ലിക്വിഫയബിൾ ഗ്യാസ് ആർ അഡ്സോർബ്ഡ് റെഡിലി. ഗ്യാസുകളുടെ ലിക്വിഫാക്ഷനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം ക്രിട്ടിക്കൽ കോൺസ്റ്റൻസികൾ പഠിച്ചിട്ടുണ്ട്. ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ, ക്രിട്ടിക്കൽ പ്രഷർ, ക്രിട്ടിക്കൽ വോളിയം ഒക്കെ. വളരെ പെട്ടെന്ന് ലിക്വിഫയബിൾ ആയിട്ടുള്ള ഗ്യാസുകൾ, വളരെ എളുപ്പത്തിൽ ദ്രാവകമാക്കാൻ പറ്റുന്ന ഗ്യാസുകൾ, അവയുടെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും എന്ന് കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ കൂടിയ, അല്ലെങ്കിൽ മറ്റു തരത്തിൽ പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ലിക്വിഫൈ ചെയ്യാൻ പറ്റുന്ന ഗ്യാസുകളൊക്കെ വളരെ എളുപ്പത്തിൽ അഡ്സോർബ് ചെയ്യപ്പെടുന്നു. ഇപ്പോൾ നമ്മൾ 1 ഗ്രാം ആക്റ്റീവ് ചാർക്കോൾ എടുക്കുന്നു, 3 ഗ്യാസുകൾ നമുക്ക് തരുന്നു. സൾഫർ ഡയോക്സൈഡ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ 630 കെൽവിൻ, മീഥെയ്ൻ 190 കെൽവിൻ, ഹൈഡ്രജൻ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ 33 കെൽവിൻ. അപ്പോൾ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ കൂടുതലുള്ള SO2 വളരെ പെട്ടെന്ന് അഡ്സോർബ് ചെയ്യപ്പെടുന്നു. അതിനുശേഷമേ CH4 അഡ്സോർബ് ചെയ്യപ്പെടുള്ളൂ, അതിനുശേഷമേ ഹൈഡ്രജൻ അഡ്സോർബ് ചെയ്യപ്പെടുള്ളൂ. അപ്പോൾ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ കൂടിയ ഗ്യാസുകളൊക്കെ പെട്ടെന്ന് ലിക്വിഫൈ ചെയ്യാൻ പറ്റുന്ന ഗ്യാസുകളായിരിക്കും. അവ വളരെ എളുപ്പത്തിൽ നന്നായി അഡ്സോർബ് ചെയ്യുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ഫിസിസോർപ്ഷൻ. ഓക്കെ, കെമിസോർപ്ഷൻ ഇറ്റ് ആൾസോ ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് ദ ഗ്യാസ്. ഒരേപോലെയാണ്, സിമിലാരിറ്റിയാണ്. ഇനി ഫിസിസോർപ്ഷൻ്റെ എൻതാൽപ്പി ഓഫ് അഡ്സോർപ്ഷൻ ലോ ആണ്, 20 to 40 kJ per mole ഉള്ളൂ.
അതേസമയം കെമിസോർപ്ഷൻ്റെ കാര്യത്തിൽ എൻതാൽപ്പി അഡ്സോർപ്ഷൻ ഹൈ ആണ്, 80 to 240 kJ/mol ആണ്. ഫിസിസോർപ്ഷൻ നോ അപ്രീസിയബിൾ ആക്ടിവേഷൻ എനർജി ഈസ് റിക്വയർഡ്. ആക്ടിവേഷൻ എനർജിയുടെ ആവശ്യമില്ല എന്ന് തന്നെ പറയാം. കെമിസോർപ്ഷൻ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ പഠിച്ചു കെമിക്കൽ കൈനറ്റിക്സിൽ. കെമിസോർപ്ഷൻ ആണ് ഒരു കെമിക്കൽ ബോണ്ടിങ് അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻ തുല്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഹൈ ആക്ടിവേഷൻ എനർജി ആവശ്യമുണ്ട്. അല്ലേ? ഫിസിസോർപ്ഷൻ റിസൾട്ട്സ് ഇൻ ടു മൾട്ടി മോളിക്കുലർ ലെയേഴ്സ്. നമുക്കിപ്പോൾ ഒരു അഡ്സോർബൻറ്റിൻ്റെ സർഫസിൽ അഡ്സോർബേറ്റിൻ്റെ ഒരു ലെയർ, ഒരു പാളി വരുന്നു. ആ പാളിക്ക് അടുത്ത ലെയർ അഡ്സോർബേറ്റിനെ അഡ്സോർബ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ മൾട്ടി ലെയർ അഡ്സോർപ്ഷൻ അല്ലെങ്കിൽ മൾട്ടി മോളിക്കുലർ ലെയർ അഡ്സോർപ്ഷൻ പോസിബിൾ ആണ് ഫിസിസോർപ്ഷനിൽ. കെമിസോർപ്ഷനിൽ യൂനി മോളിക്കുലർ ലെയർ മാത്രമേ ഉള്ളൂ. ഒരൊറ്റ ലെയർ അഡ്സോർബേറ്റിനെ മാത്രമേ അതിന് അട്രാക്റ്റ് ചെയ്ത് നിർത്താൻ കഴിയുള്ളൂ. ഫിസിസോർപ്ഷൻ ലോ ടെമ്പറേച്ചർ ഈസ് ഫേവറബിൾ ഫോർ അഡ്സോർപ്ഷൻ. താഴ്ന്ന ടെമ്പറേച്ചറാണ് അതിന് അനുകൂലമായുള്ള സാഹചര്യം. ഇറ്റ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് ടെമ്പറേച്ചർ. എന്തുകൊണ്ട്? ഫിസിസോർപ്ഷൻ കെമിസോർപ്ഷൻ ഡെൽറ്റ എച്ച് നെഗറ്റീവാണ്, എക്സോതെർമിക് റിയാക്ഷൻ ആണ് ഇല്ലേ? എക്സോതെർമിക് റിയാക്ഷൻ ടെമ്പറേച്ചർ കൂടുമ്പോൾ അതിന് റേറ്റ് കുറയാണ് ചെയ്യുക, Le Chatelier പ്രിൻസിപ്പിൾ. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് ടെമ്പറേച്ചർ. കെമിസോർപ്ഷൻ്റെ കേസിൽ ഹൈ ടെമ്പറേച്ചർ ഈസ് ഫേവറബിൾ ഫോർ അഡ്സോർപ്ഷൻ. ഇറ്റ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് ടെമ്പറേച്ചർ. അപ്പോൾ ഫിസിസോർപ്ഷൻ ആണെങ്കിലും കെമിസോർപ്ഷൻ ആണെങ്കിലും ഡെൽറ്റ എച്ച് നെഗറ്റീവ് അല്ലേ? അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് ഈ വ്യത്യാസം വന്നു? കെമിസോർപ്ഷൻ ഒരു കെമിക്കൽ റിയാക്ഷനാണ്. അപ്പോൾ അവിടെ ഹൈ ആക്ടിവേഷൻ എനർജിയുടെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഹൈ ടെമ്പറേച്ചർ ഈസ് ഫേവറബിൾ ഫോർ അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് ആ ടെമ്പറേച്ചറിന് ഒരു ഗ്രാഫ് വെച്ച് നോക്കാം. ഫിസിക്കൽ അഡ്സോർപ്ഷൻ X/m എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷൻ, ഹൗ മച്ച് എന്നുള്ളതാണ് എക്സ്റ്റെൻറ്റ് അല്ലേ? അത് y ആക്സിലും ടെമ്പറേച്ചർ X ആക്സിലും വെച്ച് വരയ്ക്കുകയാണെങ്കിൽ ആദ്യത്തെ ഗ്രാഫ് നോക്കൂ. ഫിസിസോർപ്ഷനിൽ കണ്ടോ, ടെമ്പറേച്ചർ കൂടുമ്പോൾ അതിൻ്റെ നിരക്ക് കുറഞ്ഞു പോകുന്നു. കെമിസോർപ്ഷനിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ അതിന് X/m അതല്ലെങ്കിൽ എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷൻ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബിക്കോസ് കെമിസോർപ്ഷൻ റിക്വയർസ് ആക്ടിവേഷൻ എനർജി. ഒരു പീക്കിലെത്തിയതിന് ശേഷം പിന്നെ ഫിസിസോർപ്ഷൻ്റെ അതേമാതിരി തന്നെയാണ്. ദാറ്റ് ഈസ് എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷൻ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് ടെമ്പറേച്ചർ. ഓക്കെ, അടുത്ത വ്യത്യാസം ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ. രണ്ടും ഒരുപോലെയാണ്. എന്ന് പറയുന്നത് എന്താ? നമുക്കൊരു അഡ്സോർബൻ്റ് എടുക്കുകയാണെങ്കിൽ ആ അഡ്സോർബൻ്റ് തന്നെ ചാർക്കോൾ തന്നെയാണ്. അതിൻ്റെ കരി അതേമാതിരി എടുക്കാം നമുക്ക് ഇല്ലേ? അതേസമയം അത് നന്നായിട്ട് പൗഡർ ഫോമിലും നമുക്ക് എടുക്കാം. പൗഡർ ഫോമിലേക്ക് മാറ്റുന്നതോട് കൂടിയിട്ട് അതിൻ്റെ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുന്നു. പൗഡേർഡ് ഫോമിൽ അല്ലെങ്കിൽ അതിനെ ഹൈലി പോറസ് ആക്കി മാറ്റുന്നതോട് കൂടിയിട്ട് അതിൻ്റെ സർഫസ് ഏരിയ കൂടുകയും അതിൻ്റെ അഡ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സർഫസ് ഏരിയ കൂടുന്നതിന് വെച്ചിട്ട് എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷൻ ഇൻക്രീസ് ചെയ്യുമെന്നും പറയാം. ഓക്കെ, അപ്പോൾ ആ ഡിഫറൻസ് കൃത്യമായിട്ട് ആ ടേബിൾ വരച്ച് പഠിക്കുക. ഇനി ചില സാഹചര്യങ്ങളിൽ ഫിസിസോർപ്ഷൻ കെമിസോർപ്ഷൻ, ഇപ്പോൾ ഫിസിക്കൽ അഡ്സോർപ്ഷൻ ലോ ടെമ്പറേച്ചറിലാണെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ അത് കെമിസോർപ്ഷനായിട്ട് മാറുന്നുണ്ട്. ഒരു എക്സാമ്പിൾ, നമ്മൾ നിക്കൽ എന്നുള്ള മെറ്റൽ എടുക്കുക. അതിൻ്റെ സർഫസിലേക്ക് ഹൈഡ്രജൻ അഡ്സോർബ് ചെയ്യുന്നത് തുടക്കത്തിൽ ഫിസിസോർപ്ഷനാണ്. വാണ്ടർ വാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വഴിയാണ് ഹൈഡ്രജൻ നിക്കലിൻ്റെ സർഫസിൽ അഡ്സോർബ് ചെയ്യുന്നത്. പക്ഷേ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് ഈ ഹൈഡ്രജൻ മോളിക്യൂൾ H2 എന്തായിട്ട് മാറും? ഡിസോസിയേറ്റ് ചെയ്തിട്ട് വിഘടിച്ചിട്ട് ഹൈഡ്രജൻ ആറ്റംസ് ആയിട്ട് മാറും. പിന്നീട് ഹൈ ടെമ്പറേച്ചറിൽ ഹൈഡ്രജൻ ആറ്റംസ് നിക്കലിൻ്റെ സർഫസിൽ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നത് കെമിസോർപ്ഷൻ വഴിയാണ്. അപ്പോൾ ലോ ടെമ്പറേച്ചറിൽ ഹൈഡ്രജനെ അഡ്സോർബ് ചെയ്യുന്നത് ഫിസിസോർപ്ഷൻ വഴിയാണെങ്കിൽ ഹൈ ടെമ്പറേച്ചർ കൂടി ഹൈ ടെമ്പറേച്ചർ ആവുന്നതോടുകൂടി കെമിസോർപ്ഷൻ വഴിയായിരിക്കും അഡ്സോർപ്ഷൻ നടക്കുക. ഓക്കെ, ദെൻ അഡ്സോർപ്ഷൻ ഐസോതേം. എന്താ ഐസോതേം എന്ന് പറഞ്ഞാൽ? കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ വരയ്ക്കുന്ന ഗ്രാഫുകൾ അല്ലേ? ഐസോതേം, തേം റിലേറ്റഡ് വിത്ത് ടെമ്പറേച്ചർ. The variation in the amount of gas adsorbed by the adsorbent with pressure
at constant temperature can be expressed by means of a curve termed adsorption isotherm. Extent of adsorption അല്ലേ എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് ഗ്യാസ് അഡ്സോർബ്ഡ് ബൈ ദ അഡ്സോർബൻറ്റ്. അത് പ്രഷറിൻ്റെ ഫങ്ഷനായിട്ട് നമ്മളൊരു ഗ്രാഫ് വരക്കുകയാണെങ്കിൽ അപ്പോൾ എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷൻ അല്ലേ, ഹൗ മച്ച് ദ അഡ്സോർബേറ്റ് ഈസ് അഡ്സോർബ്ഡ് എന്ന് പറയുന്ന ആ എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷൻ പ്രഷറും തമ്മിലുള്ള റിലേഷൻ നോക്കുമ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ട് വെക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് അഡ്സോർപ്ഷൻ ഐസോത്ത് എന്ന് പറയുന്നത്. നോക്കൂ, എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷൻ x/m y ആക്സിലും പ്രഷർ എക്സ് ആക്സിലും വെച്ച് വരക്കുമ്പോൾ നമുക്ക് ഗ്രാഫ്, ഒന്നാമത്തെ ഗ്രാഫ് നോക്കൂ, പ്രഷർ കൂടുമ്പോൾ എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷൻ കൂടിക്കൂടി വരുന്നു. ഒരു പർട്ടിക്കുലർ പ്രഷറിലെത്തുമ്പോഴേക്ക് x/m റിമൈൻസ് കോൺസ്റ്റൻറ്റ് വാട്ടെവർ മേ ബി ദ പ്രഷർ. ആ ഒരു പരമാവധി എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷൻ പരമാവധി വരുന്ന ആ പ്രഷറിനെ പറയുന്നവരാണ് സാച്ചുറേഷൻ പ്രഷർ. ആ ഗ്രാഫിലേക്ക് തന്നെ വീണ്ടും നോക്കുക. നമ്മൾ തുടക്കത്തിൽ ആ ഒരു ലോ പ്രഷർ റീജിയണിൽ നോക്കിയട്ടെ. ആ ഗ്രാഫിൻ്റെ നേച്ചർ ഏകദേശം ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫാണ്. അപ്പോൾ ലോ പ്രഷറിൽ x/m ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു P, ദാറ്റ് ഈസ് പ്രഷർ ഓഫ് ദ ഗ്യാസ്. നമുക്ക് എന്ത് എഴുതാം? P⁻⁴. ഇനി ഹൈ പ്രഷേഴ്സിൽ നോക്കിയാട്ടെ. നമ്മളൊരു പർട്ടിക്കുലർ സാച്ചുറേഷൻ പ്രഷർ എത്തിക്കഴിഞ്ഞാൽ x/mൻ്റെ വാല്യൂ റിമൈൻസ് കോൺസ്റ്റൻറ്റ്, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ പ്രഷർ. ദർഫോർ വി ക്യാൻ റൈറ്റ് x/m പ്രപ്പോർഷണൽ ടു P⁻⁴. P⁻⁴ എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലേ. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ഓഫ് പ്രഷർ എന്നുള്ളതിന് പകരം നമുക്ക് P⁻⁴ എന്ന് എഴുതാം. അപ്പോൾ ലോ പ്രഷറിൽ x/m പ്രപ്പോർഷണൽ ടു P1 ഹൈ പ്രഷറിൽ x/m പ്രപ്പോർഷണൽ ടു P⁻⁴ ആണെങ്കിൽ ഒരു മിഡിൽ പ്രഷറിൽ, ഒരു മധ്യത്തിലുള്ള പ്രഷറുകളിൽ x/m പ്രപ്പോർഷണൽ ടു P⁻⁴ അതെന്തുവാ? 1നും 0നും ഇടയിൽ എന്ന് പറഞ്ഞാൽ ഒരു ഭിന്നസംഖ്യ, ഫ്രാക്ഷൻ അല്ലേ, അതാണ് നമ്മൾ 1/n എന്ന് പറയുന്നത്. അപ്പോൾ 1/n എന്നുള്ളത് ഫ്രാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ n ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 1 അല്ലേ. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് ഫ്രൂൺലിഷ് അഡ്സോർപ്ഷൻ ഐസോത്ത് എന്ന് പറയുന്നത്. ഫ്രൂൺലിഷ് in 1909 gave an empirical relationship between quantity of gas adsorbed by unit mass of solid adsorbent and the pressure at a constant temperature. Here we can write x/m proportional to P⁻⁴ or x/m equal to k into P⁻⁴ where n is greater than 1. x ഉം m ഉം സംശയമുണ്ടോ? x is the mass of gas adsorbed on mass m of the adsorbent. അഡ്സോർബൻറ്റിൻ്റെ മാസ് എമ്മും അഡ്സോർബേറ്റിൻ്റെ മാസ് എക്സും. x/m ആണ് എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷൻ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് കിട്ടിയ എന്നും കെയും ദേ ആർ കോൺസ്റ്റൻസ് അല്ലേ. ഡിപ്പെൻസ് ഓൺ ദ നേച്ചർ ഓഫ് ദ അഡ്സോർബൻറ്റ് ആൻഡ് ഗ്യാസ് അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ എന്നൊക്കെ പറയും. ഈ ഫ്രൂൺലിഷ് അഡ്സോർപ്ഷൻ ഐസോത്തേമിൻ്റെ അതിൻ്റെ ഒരു ലിമിറ്റേഷൻ, പരിമിതി പറഞ്ഞാൽ ഹൈ പ്രഷേഴ്സിൽ ഇതിന് യാതൊരു പ്രസക്തിയും ഇല്ല, വാലിഡ് അല്ല എന്നുള്ളതാണ്. ഓക്കെ, ഇനി സാച്ചുറേഷൻ പ്രഷറിൻ്റെ കാര്യം പറഞ്ഞു. x/m റീച്ചസ് ദ മാക്സിമം വാല്യൂ അറ്റ് എ ഗിവൺ പ്രഷർ ഇറ്റ് ഈസ് കോൾഡ് സാച്ചുറേഷൻ പ്രഷർ. ഫ്രൂൺലിഷ് അഡ്സോർപ്ഷൻ ഐസോത്തേം ഒന്നും കൂടി നോക്കുക. അതിൻ്റെ ലോഗരിതമിക് ഫോം രണ്ട് ഭാഗത്തും ലോഗരിതം അപ്ലൈ ചെയ്യാം. ലോഗ് x/m ഈക്വൽ ടു, അപ്പോൾ കെയും P⁻⁴ ഒരു ഗുണന ഫലമാണ് അല്ലേ, ഒരു പ്രൊഡക്റ്റുകളാണ്. പ്രൊഡക്റ്റിൻ്റെ ലോഗ് എന്ന് പറഞ്ഞാൽ ലോഗ് xy ഈക്വൽ ടു ലോഗ് x പ്ലസ് ലോഗ് y ആണ്. അപ്പോൾ അത് പ്രകാരം ലോഗ് k പ്ലസ് ലോഗ് P⁻⁴ ലോഗ് x⁻n ഈക്വൽ ടു n ലോഗ് x ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1/n ലോഗ് p. ആ ഇക്വേഷൻ നമ്മൾ y ഈക്വൽ ടു mx പ്ലസ് c എന്ന് പറയുന്ന ഇക്വേഷൻ ഫോർ സ്ട്രെയിറ്റ് ലൈനുമായിട്ട് കമ്പയർ ചെയ്യും. ഓക്കെ, നോക്കുമ്പോൾ നമുക്ക് കാണാം ലോഗ് x/m y ഈക്വൽ ടു mx 1/n m x ലോഗ് p c ലോഗ് k. അപ്പോൾ ലോഗ് x/m y ആക്സിലെടുക്കുക, mx ലോഗ് p x ആക്സിലെടുക്കുക, ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് കിട്ടുന്നു. അതിന് സ്ലോപ്പ് m ആയിരിക്കും, അതായത് 1/n. അത് മെഷർ ചെയ്യാൻ പറ്റും അല്ലേ. ഇനി y ഇൻ്റർസെപ്റ്റ് എന്തായിട്ട് കിട്ടും? k കിട്ടും.
ലോഗ് കെ കിട്ടും. അപ്പോൾ ഇതിൽ നമുക്ക് എന്നും കെയും സോൾവ് ചെയ്തെടുക്കാൻ കഴിയും, കോൺസ്റ്റൻസ്. ഫ്രീൻഡ്ലിഷ് അഡ്സോർപ്ഷൻ ഐസോത്തേമിൻ്റെ y = mx+c ഫോമാണ്. അതിൽ നിന്ന് നമുക്ക് എന്നും കെയും കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് പറഞ്ഞത്. ഇനി അഡ്സോർപ്ഷൻ ഫ്രം സൊല്യൂഷൻ ഫേസ്. സോളിഡ്സ് ക്യാൻ അഡ്സോർബ് സൊല്യൂട്ട്സ് ഫ്രം സൊല്യൂഷൻ. നേരത്തെ എക്സാമ്പിൾ കണ്ടു. ചാർക്കോൾ, ആനിമൽ ചാർക്കോൾ ഷുഗർ സൊല്യൂഷനിൽ ഇട്ട് കഴിഞ്ഞാൽ അതിൽ ഷുഗർ മോളിക്യൂളിനെ അവിടെ നിർത്തിയിട്ട് അതിലത്തെ റെഡിഷ് ബ്രൗൺ കളറിന് കാരണക്കാരനായിട്ടുള്ള ആളെ മാത്രം അതിന് അഡ്സോർബ് ചെയ്യുന്നുണ്ട് അല്ലേ? അതൊരു എക്സാമ്പിളായിട്ട് പറയുന്നു. മറ്റൊരു എക്സാമ്പിൾ, വെൻ എ സൊല്യൂഷൻ ഓഫ് അസറ്റിക് ആസിഡ് ഇൻ വാട്ടർ ഈസ് ഷെയ്ക്കൺ വിത്ത് ചാർക്കോൾ. നല്ല കോൺസെൻട്രേഷനുള്ള ഗാഢതയുള്ള അസറ്റിക് ആസിഡ് വെള്ളത്തിൽ ലയിപ്പിച്ച സൊല്യൂഷനെ നമ്മൾ ചാർക്കോൾ ഇട്ടിട്ട് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് കുറേ ഭാഗം ആസിഡിനെ ചാർക്കോൾ അഡ്സോർബ് ചെയ്യുകയും അതിൻ്റെ ഫലമായിട്ട് ആ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ കുറയുകയും ചെയ്യുന്ന കാണാം. നേരത്തെ പറഞ്ഞു, ആക്റ്റീവ് ചാർക്കോൾ ഷുഗർ സൊല്യൂഷനിൽ അല്ലേ ഇട്ട് കഴിഞ്ഞാൽ അതിലത്തെ കളറിങ് ഏജൻറ്റിനെ ഈ ചാർക്കോൾ അഡ്സോർബ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എക്സാമ്പിളാണ്. അപ്പോൾ ഈ ഫ്രീൻഡ്ലിഷ് അഡ്സോർപ്ഷൻ ഐസോത്തേം ഇത്തരം സൊല്യൂഷനിൽ നിന്നുള്ള അഡ്സോർപ്ഷൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. അവിടെ ഇക്വേഷൻ x/m = Kc⁻1/n വരും. അവിടെ പ്രഷറിന് പകരം കോൺസെൻട്രേഷൻ കൊടുക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ log x/m = log K + 1/n log C. That is, Freundlich adsorption isotherm can be applied in the case of this type of adsorption also. That is, adsorption of solutes from solution also. ദെൻ അഡ്സോർപ്ഷൻ്റെ നമ്മളെ ഡെയിലി ലൈഫിലുള്ള 1-2 ആപ്ലിക്കേഷൻസും കൂടി പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാം. പ്രൊഡക്ഷൻ ഓഫ് ഹൈ വാക്വം. നമ്മൾ സാധാരണ വാക്വം പമ്പ് വെച്ചിട്ടാണ് ഒരു കണ്ടെയ്നറിലെ വായുവൊക്കെ നീക്കം ചെയ്തിട്ട് നമ്മളവിടെ ശൂന്യത ഉണ്ടാക്കുന്നത്, വാക്വം ഉണ്ടാക്കുന്നത് അല്ലേ? അപ്പോൾ എങ്ങനെ വാക്വം പമ്പ് വെച്ച് റിമൂവ് ചെയ്താലും അവിടെ പിന്നെയും കുറേ ഭാഗം എയർ ബാക്കി വരും. അപ്പോൾ അതിനെ നീക്കം ചെയ്യാൻ വേണ്ടി ചാർക്കോൾ ഇട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. ചാർക്കോൾ ഇട്ട് വെക്കുന്നതോടുകൂടി വളരെ കുറഞ്ഞ എമൗണ്ടുള്ള എയറും മോയ്സ്ചർ വരെ ഈ ചാർക്കോൾ അഡ്സോർബ് ചെയ്യുകയും ഹൈ വാക്വം ക്രിയേറ്റ് ചെയ്യാനും കഴിയും. ഗ്യാസ് മാസ്ക്. കൽക്കരി ഖനികളിൽ നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ഖനികളിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ പോയ്സണസ് ഗ്യാസുകൾ ശ്വസിക്കാതിരിക്കാൻ വേണ്ടി അവർ ഒരു ഗ്യാസ് മാസ്ക് ധരിക്കുന്നുണ്ട്. അതിൽ ആക്ടിവേറ്റഡ് ചാർക്കോളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ആക്ടിവേറ്റഡ് ചാർക്കോൾ, ഗ്യാസ് മാസ്കിലെ ആക്ടിവേറ്റഡ് ചാർക്കോൾ പോയ്സണസ് ഗ്യാസുകളെ അഡ്സോർബ് ചെയ്യും. കൺട്രോൾ ഓഫ് ഹ്യൂമിഡിറ്റി. നേരത്തെ പറഞ്ഞു, സിലിക്ക ജെൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ സിലിക്ക ജെൽ ഉപയോഗിച്ചുകൊണ്ട് ഈർപ്പം അല്ലേ നീക്കം ചെയ്യുന്ന രീതി നമ്മൾ നേരത്തെ പറഞ്ഞു. റിമൂവൽ ഓഫ് കളറിംഗ് മാറ്റർ ഫ്രം സൊല്യൂഷൻ. ആനിമൽ ചാർക്കോൾ റിമൂവ്സ് കളേഴ്സ് ഓഫ് സൊല്യൂഷൻ. നേരത്തെ പറഞ്ഞു. ഹെട്രോജനസ് കാറ്റലിസ്റ്റ് വിശദമായിട്ട് നമുക്ക് അടുത്ത സെക്ഷനിൽ വരുന്നുണ്ട്. സെപ്പറേഷൻ ഓഫ് ഇനേർട്ട് ഗ്യാസുകൾ. നമുക്കൊരു മിക്സർ ഓഫ് നോബിൾ ഗ്യാസസ് നമുക്ക് തന്നു കഴിഞ്ഞാൽ അല്ലേ, അലസവാതകങ്ങൾ തന്നു കഴിഞ്ഞാൽ നമുക്ക് അവയെ വേർതിരിക്കാൻ വേണ്ടി ഈ അഡ്സോർപ്ഷൻ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഇൻക്യൂറിങ് ഡിസീസസ്. നമ്മളെ അലോപ്പതിയിൽ ഉപയോഗിക്കുന്ന ധാരാളം മരുന്നുകൾ ജെംസ് കില്ലിംഗ് പ്രോപ്പർട്ടി ഉണ്ടാകുന്നത് അതിൻ്റെ അഡ്സോർപ്ഷൻ ഗുണം വെച്ചിട്ടാണ്. ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ ലോഹ നിർമ്മാണത്തിൽ പ്ലവന പ്രക്രിയ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ അത്തരത്തിൽ നമ്മൾ വിശദമായിട്ട് മെറ്റലർജിയിലെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കും. ഈ സൾഫൈഡ് ടൈപ്പ് അയിരുകളെ കോൺസെൻട്രേഷൻ നടത്താൻ വേണ്ടി, അത് ശുദ്ധീകരിക്കാൻ വേണ്ടി ഫ്രോത്ത് ഫ്ലോട്ടേഷൻ മെത്തേഡ് ഉപയോഗിക്കുക. അവിടെ അഡ്സോർപ്ഷനാണ് ഉപയോഗിക്കുന്നത്. അഡ്സോർപ്ഷൻ ഇൻഡിക്കേറ്റേഴ്സ്, ഇയോസിൻ, ഫ്ലോറോസിൻ തുടങ്ങിയ അഡ്സോർപ്ഷൻ ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ സാധാരണ കെമിസ്ട്രി ലാബുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. ക്രോമറ്റോഗ്രാഫിക് അനാലിസിസ് കഴിഞ്ഞ വർഷമൊക്കെ പഠിച്ചു നിങ്ങൾ. ക്രോമറ്റോഗ്രാഫി, ആ ക്രോമറ്റോഗ്രാഫിക് കോളത്തിൽ അല്ലേ നമ്മൾ വ്യത്യസ്ത തരത്തിലൊരു മിക്സറിലെ കമ്പണൻസ് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ക്രോമറ്റോഗ്രാഫിക് ടെക്നിക്കിൽ അഡ്സോർപ്ഷനാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അഡ്സോർപ്ഷനായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ക്ലിയർ? ഓക്കെ, നന്നായി ശ്രദ്ധിച്ച് വായിച്ച് പഠിക്കും. താങ്ക് യു.